സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു ബീ ഫാം റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. സോ 2-3 കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് എനി ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമോ ബീ ഫാം പഠിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഫുൾ സിലബസ് സബ്ജക്റ്റൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 പാർട്ടാക്കി ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് വേറൊരു വീഡിയോയിൽ ഇങ്ങനെ സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് വേണ്ടത് സിലബസ് ആണ്. ലൈക്ക് ഇപ്പം ഫസ്റ്റ് സെം ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെമ്മിൻ്റെ സിലബസ് എടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നോട്ട് തെണ്ടാൻ ഇറങ്ങുക. ഇപ്പം നോട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ, ചിലത് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. എല്ലാ കോളേജിലും പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞിടാം. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ കോളേജിൽ നിന്ന് നോട്ട് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. ചില സബ്ജക്റ്റ് അല്ലെങ്കിൽ ചില ചാപ്റ്റേഴ്സിന് അവർ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഈ സ്വന്തമായിട്ട് ഉണ്ടാക്കണതിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പം നമുക്കത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ലൈക്ക് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വായിച്ച് അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സോ നമുക്ക് പെട്ടെന്ന് ഇത് മറക്കൂല. കമ്പയർ ടു അതർ ഇത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ നോട്ട് നമ്മൾ മറക്കൂല. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അത് മറക്കൂല. അത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പിട്ടത് ആയിട്ടുള്ളൊരു വീഡിയോയിൽ ലൈക്ക് DRH ഫാർമ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. സോ എന്താണ് ആ ഗ്രൂപ്പ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ബാച്ചിൽ ഉള്ളൊരു കുട്ടി, സെയിം ബാച്ചിലുള്ളൊരു കുട്ടി തുടങ്ങിയ ഒരു ഗ്രൂപ്പാണെന്ന് തോന്നുന്നത്. അത് അത്യാവശ്യം നല്ല ഒരു വലിയൊരു ഗ്രൂപ്പാണ്. വാട്സാപ്പും ടെലിഗ്രാം ഗ്രൂപ്പൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. സോ അതിൽ നമ്മളിങ്ങനെ നോട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ നോട്ട് പ്രൊവൈഡ് ചെയ്യും. അത് ലൈക്ക് പല പല കോളേജസിൽ നിന്നുള്ള ഇങ്ങനെ സ്റ്റുഡൻസ് അപ്ലോഡ് ചെയ്യുന്ന നോട്ടാണ്. അത് ഭയങ്കര എഫക്റ്റീവാണ്, നല്ല നോട്ടാണ്. അപ്പം അത് ഒരു വഴിയാണ്. പിന്നെ എന്നെ കുറച്ച് ChatGPT ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഫുൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ലൈക്ക് ഇപ്പം ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നമ്മളതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരു കുഞ്ഞു നോട്ടൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ChatGPT യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു 4 വഴിയിൽ നിന്നാണ് നമുക്ക് നോട്ട് കിട്ടുന്നത്. സോ സിലബസ് എടുക്കുക, നോട്ട് പ്രിപ്പയർ ആക്കി വെക്കുക. നോട്ട് പ്രിൻ്റ് എടുക്കാം, എഴുതുന്നത് കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും എന്ന് ലൈക്ക് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം നോട്ട് എഴുതുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും നോട്ട് ബുക്കിലോട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 സാധനങ്ങളാണ് ആദ്യം നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ സിലബസും അതുപോലെ ഈ നോട്ടും നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ലൈക്ക് സിലബസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം, സിലബസിൽ പറയുന്ന എല്ലാ കാര്യവും ലൈക്ക് ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ലൈക്ക് ലാസ്റ്റൊക്കെ ആയപ്പം ഫസ്റ്റ് ഞാനൊക്കെ കയറിയ സമയത്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇതൊക്കെ ആയിരിക്കും ചോദിക്കണത്. അങ്ങനെ നമുക്ക് പാസ്സാവാനുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് സെമ്മൊക്കെ ആയപ്പോഴേക്കും അങ്ങനെയല്ല, റൂളൊക്കെ ചെറിയ മാറ്റം വന്ന് ലൈക്ക് 2 മാർക്കിന് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന സാധനങ്ങൾ 10 മാർക്കിന് ചോദിക്കും. 10 മാർക്കിൻ്റെ വലിയ ക്വസ്റ്റ്യനൊക്കെ 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ലാസ്റ്റൊക്കെ ഈ ബീ ഫാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നുകൊണ്ടിരുന്നത്. കുറച്ച് ടഫായി തുടങ്ങി. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കാര്യമില്ലെന്നല്ല, പക്ഷേ നമ്മൾ എല്ലാ വഴിയിൽ നിന്നും പ്രിപ്പയർ ആയിരിക്കണം. അപ്പം നമുക്കിങ്ങനെ തോന്നും ഒരു ഡെഫിനിഷൻ 2 മാർക്കിനെ ചോദിക്കുള്ളൂ എന്ന്. മേ ബി അത് 10 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ അങ്ങനെ ഒരു വേർഡ് എടുത്താൽ അത് നമ്മൾ 3 ഇതിനും വേണ്ടി പ്രിപ്പയർ ചെയ്യണം. 10 മാർക്ക് 5 മാർക്കിന് വന്നാൽ എഴുതാൻ പറ്റുന്നത് 2 മാർക്കിന്, അങ്ങനെ എല്ലാ രീതിയിലും പ്രിപ്പയർ ആക്കണം. അപ്പം അങ്ങനത്തെ ഒരു നോട്ട് വേണം നമുക്ക് വേണ്ടത്. സോ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം നോട്ട് കിട്ടി, ഇനി നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. പഠിക്കണം, കാണാതെ പഠിക്കണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ലൈക്ക് ഇപ്പം ഒരു എന്താ പറയുക, എക്സാമ്പിൾ ആ ഒരു സംഭവം, എക്സാമ്പിളൊന്നും വരണില്ല. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ മെക്കാനിസം അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കണം ബിഫോർ എക്സാം. പഠിപ്പിക്കുമ്പം അന്നന്ന് പഠിപ്പിച്ചാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. അതൊന്നും നടക്കാൻ പോണില്ല എന്ന് എനിക്കറിയാം. സോ എക്സാമിന് മുമ്പെങ്കിലും നമ്മൾ ജസ്റ്റ് ഈ ഉണ്ടാക്കിയ നോട്ട് എല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. പിന്നെ ചില സബ്ജക്റ്റുകളുണ്ട് ലൈക്ക് അത് നമ്മൾ എന്നും പഠിച്ചേ പറ്റുള്ളൂ.
അങ്ങനത്തെ സബ്ജക്റ്റ് ഏതെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് സെമ്മിൽ ബയോ കെമിസ്ട്രി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. അത് ഫുള്ള് സൈക്കിൾ ലൈക്ക് എല്ലാം കെമിസ്ട്രി റിലേറ്റഡ് ഒരു സാധനമാണ്. ഈ സിട്രിക് ആസിഡ് സൈക്കിൾ, ഗ്ലൈക്കോളിസിസ്, അങ്ങനത്തെ സംഭവങ്ങളാണ്. അത് നമ്മൾ എന്നും പഠിച്ചാൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ എക്സാമിന് തീർന്നു. അപ്പം അങ്ങനത്തെ സബ്ജക്റ്റ് ഉണ്ട്. അതെന്നും നമ്മൾ അതും എഴുതി പഠിച്ചേ പറ്റുള്ളൂ. വായിച്ച് നമ്മളിങ്ങനെ നോക്കി പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഒരു കാർബൺ ഡയോക്സൈഡ് വരുമ്പം ഈ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആവും. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇത് നമുക്കിങ്ങനെ വായിച്ചാൽ മനസ്സിലാവും, അവിടെ ചെന്നെല്ലാം എഴുതാമെന്ന്. പക്ഷേ ഇങ്ങനത്തെ സബ്ജക്റ്റ് നമുക്ക് എഴുതി പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് തോന്നും നോക്കിയാൽ മനസ്സിലാവുന്നു, നമ്മൾ എഴുതി തന്നെ പഠിക്കണം. അതും എന്നും എഴുതി പഠിക്കണതാണ് ബെറ്റർ, ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോവും. 1-2 സൈക്കിളല്ല, സബ്ജക്റ്റ് ഫുള്ള് സൈക്കിളും റിയാക്ഷനും മെക്കാനിസം അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ അതുപോലെ മെഡിസിനൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇങ്ങനത്തെ കെമിസ്ട്രി സാധനങ്ങൾ, ഇങ്ങനെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ വരൂലേ, അത് നമ്മൾ എന്തായാലും ദിവസവും എഴുതി പഠിച്ചാൽ മാത്രമേ എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. അല്ലാത്ത സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് വായിച്ച് ഇങ്ങനെ തിയറി വരും. ലൈക്ക് ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്, ബയോളജി, സുവോളജി റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ അതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ. ഒരു ടിപ്പെന്ന് പറയണത് ലൈക്ക് നമ്മളൊരു പ്രീവിയസ് 7 to 8 years ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളൊരു ബുക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് എഴുതണം. ലൈക്ക് 10 മാർക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്ക്, 2 മാർക്ക്, അങ്ങനെ നമ്മൾ എല്ലാം ഇങ്ങനെ ഓർഡറിൽ എഴുതി വെക്കണം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നമുക്ക് ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പറ്റും. എല്ലാം പഠിക്കണം, പിന്നെ ഇത് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. സോ അതൊരു നല്ലൊരു ടിപ്പാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇതൊക്കെ ഇപ്പോൾ എക്സാമിൻ്റെ തലേന്ന് തന്നെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇപ്പം എനിക്ക് നാളെയാണ് എക്സാം എന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ എല്ലാം ഏകദേശം ഒന്ന് വായിച്ച് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആലോചിക്കുകയാണ്, അതിൻ്റെ ഉത്തരം നമുക്ക് ഓർമ്മ വരണില്ലായിരിക്കും. ഈ ഓർമ്മക്കുറവൊക്കെ സ്വാഭാവികമാണ്. അത് നമുക്കിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ലൈക്ക് നമ്മൾ എക്സാം ഹാളിൽ പോയി നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പം നമുക്കവിടെ എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ആ ഒരു ഓർമ്മ വരും. അപ്പോൾ അത് ആരും പേടിക്കണ്ട. ലൈക്ക് എനിക്കിത് ഭയങ്കര ഞാൻ പേടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാം പഠിച്ചു കഴിയുമായിരിക്കും, അവസാനം ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പം അതൊന്നും ഓർമ്മ വരില്ല, ഒരുമാതിരി പേടിയാവും. സോ പക്ഷേ എക്സാമിന് പോകുമ്പം നമുക്കെല്ലാം ഓർമ്മ കിട്ടും. അതാണൊരിത്, പഠിച്ചാൽ മാത്രം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ആരും പേടിക്കണ്ട. എനിക്ക് വർക്കായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അത് ഞാൻ ഇനി എങ്ങനെ പറഞ്ഞിരുന്നു എനിക്കറിഞ്ഞില്ല. എൻ്റെ പഴയ സ്റ്റഡി വ്ളോഗൊക്കെ പണ്ട് 1 വർഷം മുമ്പുള്ള സ്റ്റഡി വ്ളോഗൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. ലൈക്ക് ഞാൻ ഈ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് വരും. മീൻസ് ഒരു ബൾക്കായിരിക്കും പഠിക്കാനുള്ളത്, പഠിച്ചിട്ട് റിവൈസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ എടുക്കുമ്പം ഒരു ചാപ്റ്റർ വെച്ച് ഇങ്ങനെ ഇരിക്കും, ലൈക്ക് ഒന്നും മൂവ് ചെയ്യില്ല. നമുക്ക് ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, കർത്താവ് ഇനി ഒരു 9 ചാപ്റ്റർ കവർ ചെയ്യാൻ കിടക്കുന്നതൊക്കെ എപ്പം, അങ്ങനെ എനിക്കൊരു പേടി വരുമായിരുന്നു. അപ്പം ഇത് ഞാൻ മാത്രം എടുക്കുന്ന ഒരു ടിപ്പാണ്, മീൻസ് ഒരു ടെക്നിക്കാണ്. ലൈക്ക് ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞൂടാ, ജസ്റ്റ് ഞാൻ പറയാം. ഞാനപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പം ഒരു 5 യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു പേപ്പർ എടുക്കും, ഫസ്റ്റ് യൂണിറ്റിലെ ഒരു ക്വസ്റ്റ്യൻ എഴുതും, സെക്കൻഡ് യൂണിറ്റിലെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതും, അങ്ങനെ 5 യൂണിറ്റിലെയും ഓരോ ക്വസ്റ്റ്യൻസ് എഴുതും. പിന്നെയും റിപ്പീറ്റ് ആക്കിയിട്ട് ഫസ്റ്റ് യൂണിറ്റിൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുതും, സെക്കൻഡ് യൂണിറ്റിൽ അങ്ങനെ എല്ലാം കൂടെ മിക്സാക്കും, എല്ലാ യൂണിറ്റും കൂടെ മിക്സാക്കും. അപ്പം എനിക്ക് മനസ്സിലൊരു തോട്ട് വരും, ഓക്കെ അപ്പോൾ ഒരു ടൈം എത്തുമ്പോഴേക്കും നമ്മൾ എല്ലാം കവർ ചെയ്യും. ഒരു ചാപ്റ്റർ നമ്മളിങ്ങനെ ലെഫ്റ്റ് ആക്കി വെക്കില്ല, ലെഫ്റ്റ് ഓവർ ചെയ്ത് അവിടെ ഇടില്ല. എല്ലാ ചാപ്റ്റർ ഇങ്ങനെ കുറച്ച് വെച്ച് ഇങ്ങനെ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോഴേക്കും ഒരു പോയിന്റ് എത്തുമ്പം എല്ലാം ഫിനിഷാവും. അത് എൻ്റെ മാത്രമായിട്ടുള്ളൊരു സീക്രട്ട് ടിപ്പാണ്, ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമാണ്. അപ്പം എനിക്കൊരു ടെൻഷൻ കുറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം ഉപയോഗപ്പെടുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടെക്നിക്ക്. ഒരു ടിപ്പെന്ന് പറയാനുള്ളത്, ലൈക്ക് എല്ലാവരും ചെയ്യണത് പോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊരു കഥ ഉണ്ടാക്കുക. ലൈക്ക് ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ആയാലും എന്തെങ്കിലും ഒരു മെക്കാനിസം ആയാലും നമ്മൾ സ്വന്തമായിട്ട് ഒരു എന്തെങ്കിലുമായിട്ട് നമ്മളൊന്ന് റിലേറ്റ് ചെയ്യണം.
പിന്നെ അത് ഒരിക്കലും മറക്കൂല. അതൊരു എളുപ്പമുള്ള ടിപ്പാണ്. അതിപ്പം ഞാൻ പഠിക്കുന്നതായിരിക്കില്ല നിങ്ങൾക്ക്, മീൻസ് ഞാൻ എൻ്റെ ഒരു കഥ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഞാൻ പഠിക്കണത്. അതുപോലെ നിങ്ങളും ലൈക്ക് എന്തെങ്കിലും കാണുമ്പോഴേക്കും ചുമ്മാ വല്ല പേര് നാളൊക്കെ ഇട്ടിട്ട് അങ്ങ് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അതൊരു ബെസ്റ്റ് ടിപ്പാണ്, നമ്മൾ മറക്കൂല. ഒക്കെയാണ് കുട്ടി കുട്ടി ടിപ്പെന്ന് എനിക്ക് പറയാനുള്ളത്. മെയിനായിട്ട് നോട്ട് വേണം, സിലബസ് വേണം, എഴുതി പഠിക്കാനുള്ളത് എഴുതി പഠിക്കണം, അല്ലാത്തത് വായിച്ച് പഠിക്കണം. എക്സാമിന് മുമ്പ് എന്തായാലും ലൈക്ക് എല്ലാം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. തലേദിവസം എടുത്തു കഴിഞ്ഞാൽ ബോധം പോവും. അതുകൊണ്ട് എക്സാമിന് ലൈക്ക് സ്റ്റഡി ലീവ് ടൈമെങ്കിലും നമ്മളെല്ലാ പോർഷൻസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെ ടിപ്സ് എന്ന് പറയാനുള്ളത്. സോ പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ മറന്നുപോയി. ചില സബ്ജക്റ്റ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹ്യൂമൻ അനാട്ടമി ഫിസിയോളജി, അത് മാത്രമേ എനിക്ക് ഓർമ്മ വരണുള്ളൂ. ബയോഫാമോ ഇങ്ങനത്തെ ചില സബ്ജക്റ്റ് ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഡയഗ്രാംസ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക. ലൈക്ക് ഡയഗ്രാംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറച്ചും കൂടെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. സോ ഡയഗ്രാംസ് വേണം, വിത്ത് ആ ലേബൽ എല്ലാം വേണം. സോ അങ്ങനത്തെ സബ്ജക്റ്റുകളിൽ സംഭവം വരയ്ക്കാം, മീൻസ് ഡയഗ്രാം വരയ്ക്കാൻ മറക്കരുത്. പിന്നെ ചിലത് ഫ്ലോ ചാർട്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതും ബെറ്ററാണ്. അപ്പം അതൊക്കെ തന്നെ. സോ ഇതൊക്കെയാണ് കുട്ടി കുട്ടി ടിപ്സ് എന്ന് പറയണത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും ആഡ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.